ഹലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ വെച്ചാൽ നമ്മൾ പെരുന്നാളൊക്കെ കഴിഞ്ഞു. പെരുന്നാളിന് ട്രിപ്പിലാണ് ഇപ്പോൾ നമ്മൾ. അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞുകൊണ്ട് ഫാമിലി ആയിട്ട് ട്രിപ്പ് പോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ കോഴിക്കോടാണ് പോണത്. അങ്ങനെ കോഴിക്കോട് ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കോഴിക്കോട് പോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് പോയത് മടവൂരാണ്. മടവൂർ പോയി അവിടെ നമ്മൾ യാസിനൊക്കെ ഒരു ജിയാറത്തൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ പാർക്കൊക്കെ പോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ മടവൂരിൽ നിന്ന് ഇറങ്ങിട്ടോ. ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് പാർക്കിലൊക്കെ പോകാൻ വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഈ ഒരു പാർക്കിൽ വന്നിട്ടുണ്ട്. സരോവരം ബയോ പാർക്ക് എന്നാട്ടോ അതിൻ്റെ പേര്. ഒരു പാർക്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുട്ടികൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കണ്ടായിരുന്നു. അങ്ങനെ വന്നതാണ്. കുട്ടികൾക്കുള്ള കളിക്കാനുള്ള അതൊക്കെ കുറച്ചൊക്കെ ഉണ്ട്. പക്ഷേ ഫാമിലി ആയിട്ട് ഈ ഒരു പാർക്കിൽ വരാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. കപ്പിൾസ് ഏരിയയാണ് ഈ ഒരു ഭാഗം. ഓക്കെ, അങ്ങനെ നമ്മൾ ഫുഡ് കൊടുത്ത് കുട്ടികൾക്ക് അതിന് ശേഷം നമ്മൾ പാർക്ക് ഉണ്ടെന്ന് പറഞ്ഞിരുന്ന ഒരു ഭാഗത്ത്. അപ്പോൾ അവിടെ നമ്മളൊന്ന് പോയൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇതൊന്നും കുട്ടികൾക്ക് പറ്റിയൊരു സംഭവങ്ങളല്ല, അത് കുറച്ച് വലിയ ആൾക്കാർക്ക് കളിക്കാനുള്ള ഐറ്റംസാണ്. അങ്ങനെ നമ്മളിതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. അതിനുശേഷം അവിടെ ഒരു ഗാർഡൻ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര കാറ്റും, നമുക്ക് ആ ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് പുറത്തിറങ്ങാൻ തോന്നില്ല, അത്രയ്ക്ക് സുഖമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന് കുറച്ച് പോയി. ഒരു സ്റ്റേജും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പരിപാടി നടക്കുന്ന സ്ഥലമാണ് തോന്നുന്നു. ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് തോന്നുന്നു. നോക്കിയാലും കപ്പിൾസാണ്, അത് വേറെ വിഷയം. അങ്ങനെ നമ്മൾ അങ്ങനെ കുറച്ചൊക്കെ നടന്ന് പാർക്കൊക്കെ കണ്ടു. ഈ ഒരു പാർക്കിൽ ഒരുപാട് സ്ഥലം നമുക്ക് നടന്ന് കാണാനുള്ളതുണ്ട്. പിന്നെ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, നല്ല സുഖമാണ് ആ പാർക്ക്. ഇപ്പോൾ നല്ല കാറ്റും, നമുക്ക് പുറത്ത് വെയിലിൻ്റെ ചൂടൊക്കെ പുറത്തിറങ്ങി ആലോചിച്ചാൽ അങ്ങനെയുള്ളൊരു ഇതും നമുക്ക് പാർക്കിൻ്റെ ഉള്ളിൽ കയറിയാൽ അറിയില്ല. അപ്പോൾ നേരം പോകണം തന്നെ അറിയില്ല ഒരു പാർക്കിൻ്റെ ഉള്ളിൽ കയറിയാൽ. അങ്ങനെ അവൻ്റെ കളി തുടത്തിയിട്ടുണ്ട് കേട്ടോ കണ്ടപ്പോൾ തന്നെ. പക്ഷേ വൈറ്റ് പാൻ്റാണ്, അതാണ് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഐറ്റംസൊന്നും അല്ല അവിടെ കളിക്കാൻ, എന്നാലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ഉള്ളൂ. വലിയ തിരക്കില്ല എന്ന് മാത്രം. പിന്നെ കുറേ നേരം നമ്മളവിടെ ഇരുന്നു. എല്ലാവരും ക്ഷീണമൊക്കെ മാറിയിട്ട് അടുത്ത പാർക്കിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ക്ഷീണമൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇന്ന് റെസ്റ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് കോഴിക്കോട് പ്ലാനറ്റോറിയത്തിലാണ്. അപ്പോൾ ഇവിടെ ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് വന്നപ്പോൾ. ഇവിടെ കൂടുതലായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസും അതുപോലെ പഠിക്കാനുള്ളതും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കൂടുതലായിട്ട് ഇവിടെ സ്കൂൾ കുട്ടികളൊക്കെയാണ് വരുന്നത് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ചെന്ന ദിവസം അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു സംഭവം ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇതൊരു ബട്ടണാവും, നമ്മളത് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു എയർ വരും. ആ എയറിന് ആ ബോൾ മുകളിലോട്ട് പോയി നിൽക്കുന്നതാണ് കേട്ടോ. പിന്നെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. കണ്ണാടിയുള്ള പല ഐറ്റംസും അവിടെ നമ്മൾ ഒക്കെ ജസ്റ്റ് ഒന്ന് നോക്കി. ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അത്യാവശ്യം തിരക്കുണ്ട്. പിന്നെ ഓരോ കണ്ണാടിക്കൂടിൻ്റെ ഉള്ളിലേക്ക് ഓരോരുത്തർ തലയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു കണ്ണാടിക്കൂടിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ട്രെയിനിന് നല്ല ഭംഗിയിട്ടിട്ട് കാണാൻ ചിലകോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ആകെ ഒന്ന് നോക്കി. പിന്നെ മുഴുവൻ അധികം ഇതാണ് കണ്ണാടി കൊണ്ടുള്ള പരിപാടിയാണ് അതിൻ്റെ ഉള്ളിൽ. പിന്നെ അടുത്തതായിട്ട് നമ്മൾ കയറുകയാണെങ്കിൽ കുടുങ്ങിപ്പോയൊരു സംഭവമാണിത്. ഫുൾ ഗ്ലാസ്സാണ്, നമുക്ക് ഇതിന് പോയി ഇതിന് വരണമെന്ന് പോലും അറിയില്ല. അങ്ങനെ കുറച്ച് ഇടയ്ക്കാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. പിന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ഓരോ തിര അടിക്കുന്നതും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പിന്നെ മീനൊക്കെ ഉണ്ട്. മീനൊക്കെ അത്യാവശ്യം ചെറിയ മീനുള്ളൂ, വലിയ മീനുകളൊന്നുമില്ല. ഞാൻ അവിടെ ഒരു മീനത്തെ അത്യാവശ്യം ഒരു വലുതായിട്ട് കണ്ടുള്ളൂ. അതിലൊക്കെ ചെറിയ മീനും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഒരു കൂട്ടിൽ ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് ജീവികൾ ഇതുപോലെ ഇട്ടേച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ തേളിൻ്റെ പോലത്തെ കുറേ ഉണ്ട്, ഞണ്ടിൻ്റെ പോലത്തെ കുറേ ഉണ്ട്. അങ്ങനെ പല ജീവിയുടെയും പല ഇതിൽ കാണാനുണ്ട്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇത് പണ്ടത്തേതാണോ എന്നൊരു സംശയം. എന്താ വെച്ചാൽ അതുപോലെയാണ് അത് ആക്കി വെച്ചിട്ടുള്ളത്. എനിക്കെന്തോ അത് കണ്ടപ്പോൾ എനിക്കത്ര ഇഷ്ടമായില്ല, എനിക്കത്ര രസം തോന്നിയില്ല അത് സംഭവം. അങ്ങനെ നമ്മളതൊക്കെ കണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ഉള്ളൊരു മീനുകളിൽ ഏറ്റവും വലിയൊരു മീനായിട്ട് തോന്നിയത് എനിക്ക് ഈ ഒരു മീനാണ്. ബാക്കിയൊക്കെ ചെറിയ മീനുകളാണ്. നല്ല ഭംഗിയുള്ള മീനുകളൊക്കെ ഉണ്ട്, പക്ഷേ ഇതാണ് അതൊക്കെ വലിയൊരു മീനായിട്ട് തോന്നി. അത്ര മീനും ഒന്നും അവിടെ ഇല്ല. പിന്നെ അതൊക്കെ ഇതുപോലത്തെ ചെറിയ മീനുകളൊക്കെ ഉള്ളൂ. പ്രിയപ്പെട്ട കോഴിക്കോട് ബീച്ച് അത് വേറൊരു രസമല്ലേ. അങ്ങനെ നമ്മൾ 5 മണിയൊക്കെ ആയിരുന്നു കോഴിക്കോട് ബീച്ച് എത്തിയപ്പോൾ. അങ്ങനെ നമ്മൾ ബീച്ചെത്തി. നല്ല പൊലിവിലെല്ലാവരും കാറ്റൊക്കെ അടിച്ചപ്പോൾ തന്നെ എല്ലാവരും ഓടുകയാണ് വെള്ളത്തിലിറങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളവിടുന്ന് ഐസ് വരട്ടിയൊക്കെ മേടിച്ച് അതൊക്കെ പള്ളിയിലാക്കി. അതിനുശേഷം നമ്മൾ വെള്ളത്തിലിറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ അങ്ങനെ ഓരോരുത്തർ വെള്ളത്തിൽ ഇറങ്ങലെടുത്തി. അങ്ങനെ എല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങി കളിക്കലെടുത്തിട്ടോ. കുട്ടികൾ ഒരു സൈഡ് കളിക്കുന്നുണ്ട്, അതുപോലെ ഞങ്ങളൊക്കെ
അതുപോലെ തന്നെ ഞാൻ അധികം ഇറങ്ങില്ല, എൻ്റെ ഡ്രസ്സ് നനയുമെന്ന് വിചാരിച്ച് ഞാൻ അധികം ഇറങ്ങില്ല. പിന്നെ കുറേ ടൈം കഴിഞ്ഞപ്പോഴേക്കും ഞാനൊക്കെ ഇറങ്ങി. ആകെ നമ്മൾ 1 മണിക്കൂറായിട്ട് അവിടെ നിന്നുള്ളൂ. വൈകിയ കാരണം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കോഴിക്കോട്. പെരുന്നാൾ കഴിഞ്ഞ കാരണം എല്ലാവരും ബീച്ചിലായിരുന്നു തോന്നുന്നു, അത്രയ്ക്ക് ബ്ലോക്കായിരുന്നു. പാർക്കിങ്ങിന് പോലെ സ്ഥലമായിട്ട് നമ്മുടെ വണ്ടിയെ കുറച്ച് ദൂരെയായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് നടക്കേണ്ടി വന്നു. അപ്പോൾ തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര വരല്ലോ. ഓക്കെ, ബൈ.